ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായത് എവിടോട്ടാ പോകുന്നെന്ന്? നാട്ടിൽ വന്നിട്ട് ഇതൊക്കെ കാണാതെ പോയാൽ എങ്ങനെയാ? ഏതായാലും ഇത് കണ്ടിട്ടേ പോകുന്നുള്ളൂന്ന്. നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പം കറക്റ്റാ നാട്ടിൽ വന്നിട്ട് കാണാൻ പറ്റാത്ത ഒരു സ്ഥലം കാണാൻ പോകാണ്. മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും മനസ്സിലായോ ഇത് എവിടെ വേണമെന്ന്? ഇത് നമ്മളെ നാട്ടിൽ വന്നിട്ട് ഇത് കാണാതെ പോകുമെന്ന് പറഞ്ഞാൽ ശരിയല്ല. നാട്ടിൽ പോയിട്ട് പറ്റിയില്ല. അപ്പം എന്നാൽ കോയമ്പത്തൂർ വന്നപ്പോഴെങ്കിലും ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ, ബാക്കി കാര്യം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചതാ. എവിടെയാണെന്ന് ഇപ്പം ഞാൻ കാണിക്കാം കേട്ടോ നിങ്ങളെ. നമുക്ക് ഇങ്ങനെ ഇറങ്ങിയതാ ഒരു യാത്രയ്ക്ക്. അങ്ങനെ ഇത് കവാടത്തിലോട്ട് ഞങ്ങൾ കയറുവാണ്. ഇങ്ങനെ കയറുന്നു. എവിടെ ആണെന്ന് ഇനിയും കാണിച്ചിട്ടില്ലല്ലോ, സർപ്രൈസാ കേട്ടോ. എവിടാന്ന് മനസ്സിലായോ? ഇപ്പം കാണിക്കാം. കോയമ്പത്തൂർ ലുലു മാൾ. എല്ലാം ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ ഒന്നും അങ്ങോട്ട് കൈക്ക് ഇണങ്ങി കിട്ടുന്നില്ല. എൻ്റെ ഇത് നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ എല്ലാം ഒരുമാതിരി പെയിൻറ്റ് പോയ മാതിരി ഇരിക്കുന്നത് കൊണ്ട് അതെടുക്കുന്നില്ല. ഇനി ഒന്ന് എടുത്ത് ഇത് നോക്കട്ടെ ഇതെങ്ങനെ ഉണ്ടെന്ന്. ഇത് വെറും വാട്ടർ ബോട്ടിലാണ്, ചെറിയ വാട്ടർ ബോട്ടിൽ അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഇതിൽ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. പക്ഷേ എല്ലാം നല്ല വിലയാണ് കേട്ടോ. അടുത്തൊരൈറ്റം നോക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ലുലുമാളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും വിലയാണ്. നല്ല നീറ്റായിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ബിരിയാണി പാത്രം, കുക്കറുകൾ ഓഫറിലൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. നല്ല അടിപൊളി പാത്രങ്ങൾ ഇരിപ്പുണ്ട്. വാങ്ങിക്കാൻ തുടങ്ങിയാൽ വാങ്ങിച്ചോണ്ടിരിക്കും. നമ്മൾ സ്ത്രീകളല്ലേ, എത്ര സാധനങ്ങൾ കണ്ടാലും നമുക്കും കൊതി തീരത്തില്ല. ലഞ്ച് ബോക്സ് ഒക്കെ നല്ല അടിപൊളി ലഞ്ച് ബോക്സാണ്. പക്ഷേങ്കിൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്കത് വേണ്ട. ഞങ്ങളധികം അങ്ങനെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട്. പക്ഷെ കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ നോക്കാനാണ് ഇറങ്ങിയത്. പക്ഷേ ഈ വാട്ടർ ബോട്ടിലെല്ലാം പഴയ മോഡലാണ്. നമുക്കൊരു പുതു മോഡൽ എന്തെങ്കിലും നല്ലത് നോക്കിയിട്ട് ഒന്നും ഒത്ത് കിട്ടിയില്ല കേട്ടോ. എനിക്ക് ചെറുത് വേണം, എൻ്റെ ബാഗിലിരിക്കണം കറക്റ്റായിട്ട്, അങ്ങനെയുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഒന്നും ഇതുവരെ കിട്ടിയില്ല കേട്ടോ അതിൻ്റെ സൈസിനുള്ളത്. വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക്കാന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ഒരു കൊതി. എല്ലാവരും തുറന്നിട്ടിരിക്കുക, കളർഫുള്ളായിട്ട് ഇടുന്നു. ഇഡ്ഡലി പാത്രത്തിൻ്റെ കളക്ഷൻസ്. ഇഡ്ഡലി പാത്രം തിരക്കി നടക്കുക ഞാൻ. അപ്പോൾ ഈ ഒരെണ്ണം ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഇഡ്ഡലി പാത്രം. ഇഡ്ഡലി പാത്രം വെച്ച് അപ്പം ഉണ്ടാക്കാം, എല്ലാം നമുക്കുണ്ട്. ഇടിയപ്പമോ കൊഴുക്കട്ട ഒക്കെ ഉണ്ടാക്കത്തെ പോലെ. അപ്പോൾ ഇത് റെഡിയാക്കി ഇപ്പോൾ വാങ്ങിച്ചു. വാട്ടർ ബോട്ടിൽ നോക്കി ഇറങ്ങിയതാണ്. ഇതാ കണ്ണാടിയാണ്, ഇതെല്ലാം കുഴപ്പമില്ല, ഒരുമാതിരി നന്നായിട്ടുണ്ട്. അതാ നോക്കുന്നത് കണ്ണാടി ബോട്ടിലുകളതാ. ഇതൊരു വേറൊരു വെറൈറ്റി. ഇതിലേതേലും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക. നോക്കാം, ഇത് കളർ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. എയർ ഫ്രയർ, പിന്നെ സ്റ്റൗകൾ ഇഷ്ടം പോലെ, മിക്സി, ഗ്രൈൻഡർ, എല്ലാ വെറൈറ്റി ഉണ്ട് കേട്ടോ. മിക്സി, ജ്യൂസർ മെഷീന്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. എൻ്റെ ഭർത്താവേ ഇഷ്ടം പോലെ സാധനങ്ങളാട്ടോ. മൊത്തത്തിലുള്ളൊരു ലുക്ക് കാണിക്കാം. ഇത്ര ഞാൻ ഇനി എൻഡിൽ വന്ന് നിന്നിട്ടാണ് നോക്കുന്നത്. ഇനി അങ്ങ് മുമ്പിലോട്ട് പോയാൽ ഇനിയും കുറച്ചുകൂടെ അതായിരിക്കും. എന്താ നല്ല വലിയ മാളാണ് കേട്ടോ, ഒന്നും ചെറുതൊന്നും അല്ല. പക്ഷേങ്കിൽ മറ്റുള്ള മാളുകളെ അപേക്ഷിച്ച് കോയമ്പത്തൂർ ചെറുതാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടോ. എന്തായാലും ഒന്നുകൂടെ നോക്കട്ടെ. ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ, ചുമ്മാ കറങ്ങുക. മുഖ്യമായ ഒരു ഐറ്റം തിരഞ്ഞിറങ്ങിയത് എന്താണെന്നറിയാമോ? ഒരു സ്റ്റെയിൻ റിമൂവർ. എൻ്റെ സാരി അതിലെന്തോ ഒരു സ്റ്റെയിൻ പിടിച്ചത് എന്താണെന്നറിയില്ല. ട്രൈ വാഷിന് 2 പ്രാവശ്യം കൊടുത്തിട്ടും ആ സ്റ്റെയിൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ സ്വയമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് സ്റ്റെയിൻ റിമൂവർ തിരഞ്ഞിറങ്ങിയതാണ്. ലുലുമാളി വന്നത് കിട്ടുമെന്ന് വിചാരിച്ച് കിട്ടി കേട്ടോ. ഇതാ സ്റ്റെയിൻ റിമൂവർ, ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ആലായുടെ സ്റ്റെയിൻ റിമൂവർ വാങ്ങിച്ചില്ലെങ്കിൽ ഇത് കളർഫുള്ളാக കാണുമ്പോൾ ഭയങ്കര കൊതി. ചോക്ലേറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ. ഓ എൻ്റെ അമ്മ അടിപൊളി. ചോക്ലേറ്റ് വെറൈറ്റി, നട്ട്സുകൾ, ഇതെല്ലാം പാക്കിങ് അടിപൊളിയായിട്ടുണ്ട്. കാരണം എല്ലാം ന്യൂ ഇയർ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം പാക്കിങ് റെഡിയായി വെച്ചിരിക്കുക. ഇത് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല, നല്ല അടിപൊളിയായിരിക്കുന്നില്ല. നമ്മുടെ അടുത്ത് സൂപ്പർ മാർക്കറ്റ് മാതിരില്ല, സൂപ്പർ സ്റ്റോർ മാതിരി. പറങ്കണ്ടികൾ പല വെറൈറ്റി കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതുപോലെ കപ്പലണ്ടി പല വെറൈറ്റി, പച്ച മഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ വെറൈറ്റിയും ഉണ്ട് കേട്ടോ. ഇതാ ഗിഫ്റ്റ് പാക്കിങ് ഉണ്ടാ, അല്ല ചോക്ലേറ്റ്, നട്ട്സ് എല്ലാം ഉണ്ട്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. ഇതാ മാങ്ങ, ഓറഞ്ച്, ഇതെല്ലാം ഉണക്കിയത്. അപ്പോൾ അതെല്ലാം നല്ല അവൈലബിൾ ആണ് ഇപ്പോൾ എല്ലായിടത്തും. നെല്ലിക്ക ഉണങ്ങിയത്. വേറൊരു ഐറ്റം വാങ്ങിക്കാൻ വന്നു. എന്താണെന്നറിയാം? ഹാൻഡ് സാനിറ്റൈസർ. അത് ഞാൻ പ്രതീക്ഷിച്ച് എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഫാൻസി പാക്കിങ് അങ്ങനത്തെ വേണം, എൻ്റെ ബാഗിൽ ഹാങ് ചെയ്യുന്ന പോലത്തെ. അത് കിട്ടിയില്ല ഇവിടെ. നോക്കാം ഇനി അടുത്ത് എവിടെയെങ്കിലും കിട്ടും നോക്കാം. അപ്പോൾ നമ്മൾ ഫുള്ള് ഒരേമാതിരി കറങ്ങി വന്നു കേട്ടോ. ബില്ലിംഗ് സെക്ഷനാണ് ഇത്രയും ലോങ്. ഇത് എൻ്റെ അമ്മോ എത്ര കൗണ്ടറുണ്ട്, ഭയങ്കര വലിയ കൗണ്ടർ കേട്ടോ. മൊത്തം ഇവിടെ വന്നിട്ടൊന്ന് കാണിക്കാം. ലുലു മാള് ഒന്ന് കറങ്ങി വന്നു. ഇനി അടുത്ത ഇടത്തിലേക്ക് ഞങ്ങൾ പോകാൻ തുടങ്ങാം. ഇച്ചിരി സാധനം വാങ്ങിച്ചു, വന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണ്ടേ. ഇത്രയും സാധനം വാങ്ങിച്ചു കേട്ടോ. നമുക്ക് അത്യാവശ്യമുള്ളത് ബോട്ടിൽ, സ്റ്റെയിൻ റിമൂവർ, ഫേസ് വാഷ് ആൻഡ് മോയ്സ്ചറൈസ് ക്രീം. ഇത്രയും വാങ്ങിച്ചുള്ളൂ കേട്ടോ.
ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങാം ബില്ലിട്ടിട്ട്. വന്നിരിക്കുന്നത് എവിടാന്ന് മനസ്സിലായോ? ലുലു മാൾ. ആഹാ, കോയമ്പത്തൂരിൽ ലക്ഷ്മി മില്ലിൻ്റെ അടുത്ത് ലുലു മാളിൽ വന്നതാണ്. ഇപ്പം എല്ലാം കറങ്ങി തിരിഞ്ഞ് വെളിയിൽ വന്നു. ഇനി ഞങ്ങൾ പതുക്കെ വണ്ടി വിടാൻ പോവാം. ഒന്നും വാങ്ങിച്ചില്ല, ഇച്ചിരി സാധനങ്ങൾ വാങ്ങിച്ചു. വന്നതിന് വേണ്ടി 2-3 സാധനങ്ങൾ വാങ്ങിച്ചു, അത്രേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ബൈ ബൈ.